അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിങ്ങി നിറഞ്ഞ തെരുവിലൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം നീങ്ങുകയാണ്. കോരിത്തരിപ്പിക്കുന്ന പാട്ടിൻ്റെ ഈരടികൾ മുഴങ്ങുകയാണ്. വീടിൻ്റെ മട്ടുപ്പാവുകളിൽ തടിച്ചുകൂടിയ പെൺകുട്ടികൾ ഈണത്തിൽ പാടുകയാണ്. ത്വലഅൽ ബദ്റു എന്ന് തുടങ്ങുന്ന ബൈത്ത്. വിദാ പർവ്വതത്തിൻ്റെ വിടവിലൂടെ പൂർണ്ണചന്ദ്രൻ ഞങ്ങൾക്ക് മീതെ ഉദിച്ചുയർന്നിരിക്കുന്നു. നന്ദി പറയൽ ഞങ്ങൾക്ക് നിർബന്ധമായിരിക്കുന്നു. അള്ളാഹുവിനോടുള്ള ദുആ ചെയ്യുന്ന കാലത്തോളം. മദീനയിലെ ജനക്കൂട്ടം പാട്ട് കേട്ട് കോരിത്തരിച്ചു. പെട്ടെന്ന് ദഫ് മുട്ടുന്ന ശബ്ദം. ദഫിൻ്റെ ശബ്ദത്തിനൊപ്പിച്ചു പാട്ടും. ദഫ് മുട്ടുന്ന ഭാഗത്തേക്കായി എല്ലാവരുടെയും ശ്രദ്ധ. കൊച്ചു ബാലികമാരാണവർ. ബനു നജ്ജാർ വംശത്തിലെ പെൺകുട്ടികൾ. ഞങ്ങൾ ബനു നജ്ജാർ വംശത്തിലെ പെൺകുട്ടികളാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര അയൽക്കാരനാണ്. ഒരു കാലത്ത് ഹാഷിമിനെ പുതുമാരനായി സ്വീകരിച്ച ബനു നജ്ജാർ രോഗിയായി വന്ന അബ്ദുള്ളയെ സ്വീകരിക്കുകയും മരണപ്പെട്ടപ്പോൾ ആദരവോടെ ഖബറടക്കുകയും ചെയ്ത ബനു നജ്ജാർ, മാതാവിനോടൊപ്പം 6-ാം വയസ്സിൽ യസ്രിബിൽ വന്നപ്പോൾ സ്നേഹപൂർവ്വം സ്വീകരിച്ച ബനു നജ്ജാർ, പ്രവാചകനായി മദീനയിൽ പ്രവേശിച്ചപ്പോൾ അബ്ദുള്ളയുടെ പ്രിയ പുത്രനെ ദഫ് മുട്ടിയും പാട്ടുപാടിയും സ്വീകരിക്കുന്നു. ജനത്തിരക്കിനിടയിലൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം നീങ്ങി. പലരും അതിനെ തലോടുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലേ, ഇവിടെ ഇറങ്ങിയാലും എൻ്റെ അതിഥിയായി കഴിയാം. ഓരോരുത്തരായി ക്ഷണിക്കുന്നു. ഒട്ടകത്തെ നിർത്താൻ നോക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് കൽപ്പന നൽകപ്പെട്ട ഒട്ടകമാണ്. അതിനെ വെറുതെ വിട്ടേക്കുക. ഒട്ടകം നടക്കുകയാണ്. ജനക്കൂട്ടം പിന്നാലെയും നടക്കുകയാണ്. ബനു നജ്ജാർ വംശക്കാർ താമസിക്കുന്ന സ്ഥലത്തെത്തി. പെൺകുട്ടിമാരുടെ പാട്ട് ഒച്ചത്തിലായി. ബാലികമാർ നിർത്താതെ ദഫ് മുട്ടുന്നു. അയ്യുഹൽ മബ്ഊസു ഫീനാ ജിഅ്ത ബിൽ അംരിൽ മുതാഇ. ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകരെ, അനുസരിക്കപ്പെടേണ്ട കാര്യങ്ങളുമായി അങ്ങ് വന്നു. ഒരു മൈതാനത്തിന് സമീപം ഒട്ടകം മുട്ടുകുത്തി. ബനു നജ്ജാർ വംശക്കാരുടെ പ്രമുഖ നേതാവായ അബൂ അയ്യൂബ് അൻസാരിയുടെ വീട് അതിനടുത്ത് തന്നെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി. മഅദ് ബിൻ അഫ്റാ എന്ന പ്രമുഖൻ അടുത്ത് നിൽക്കുകയായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഒഴിഞ്ഞ സ്ഥലം ആരുടേതാണ്? മഅദ് ഇങ്ങനെ മറുപടി നൽകി, ബനു നജ്ജാർ വംശക്കാരനായ 2 അനാഥ മക്കളുടെ സ്വത്താണിത്. അംറിൻ്റെ മക്കളാണവർ. ഒരു കുട്ടിയുടെ പേര് സഹൽ, മറ്റേയാൾ സുഹൈൽ. ഇപ്പോൾ അവർ എൻ്റെ സംരക്ഷണത്തിലാണ്. ഈ മൈതാനത്താണ് പിന്നീട് പള്ളി പണിതത്. സ്ഥലം വിലയ്ക്ക് വാങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്.